എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് മനോഹരമായ ഒരു ഒറ്റനില 3 ബെഡ്റൂമുള്ള പുതുപുത്തൻ വീടാണ്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ റൂട്ടിലാണ് ഈ ഒരു മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. 10 സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 1815 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. നല്ല വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു 3-4 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് നമ്മുടെ മുറ്റത്തിനുള്ളത്. വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് കാർ പോർച്ച് നൽകിയിരിക്കുന്നു. കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം കഴിഞ്ഞ് പണികൾ മുഴുവൻ പൂർത്തീകരിക്കുന്ന നല്ലൊരു വീടാണിത്. PWD റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയാണ് വീടിൻ്റെ ലൊക്കേഷൻ. വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണർ വന്നിട്ടുണ്ട്. വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കുന്ന പ്രദേശമല്ല. കിണറിന് മുകളിൽ ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. പാലാ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ ലൊക്കേഷനാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശമാണ്. ഇപ്പോൾ കിച്ചണിൻ്റെ പുറകുവശത്തായി നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ആദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. തൊട്ടടുത്ത് ആരാധനാലയങ്ങളെല്ലാം ഉണ്ട്. പ്രവിത്താനം ടൗണിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററും പാലാ ടൗണിലേക്ക് 2.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. വീടിൻ്റെ പുറകിൽ നിന്ന് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കോർട്ട്യാർഡിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പുറകിലേക്ക് കുറച്ച് ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നു. ബാക്കി ഭാഗം മുഴുവൻ റൂഫിംഗ് ഷീറ്റും അതുപോലെ ഓടും വെച്ച് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ടാങ്കൊക്കെ ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ചെറിയ കോർട്ട്യാർഡ് കൂടി ചെയ്തിട്ടുണ്ട്. 10 സെൻറ്റാണ് സ്ഥലമുള്ളത്. തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. നല്ല ഭംഗിയിൽ മികച്ച ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് നമ്മുടെ മുറ്റമൊക്കെ കണ്ട നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നാച്ചുറൽ സ്റ്റോണൊക്കെ ബാക്കി വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. അതിമനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള മനോഹരമായ വീടാണിത്. നല്ലൊരു ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡുകളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു കളർ തീം കൂടിയാണ് വീടിന് നൽകിയിട്ടുള്ളത്. BLDC ഫാനുകളാണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നല്ലൊരു പാർട്ടീഷൻ കാണാം. അതുപോലെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലിവിങ് ഏരിയ ആണിത്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ലുക്കിലുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയ കഴിഞ്ഞ് അടുത്ത പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നമ്മുടെ TV യൂണിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ TV യൂണിറ്റ് തന്നെ 2 സൈഡിലേക്കും നമ്മുടെ ഗസ്റ്റ് ലിവിങ്ങിലേക്കും ഫാമിലി ലിവിങ്ങിലേക്കും തിരിച്ചു വെക്കാവുന്ന രീതിയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായ സീലിംഗ് വർക്കുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് കൂടി വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അതും ജാഗ്വാറിൻ്റെ ബ്രാൻഡിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വലിയൊരു മിററൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നമുക്കൊരു പ്രെയർ യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വലിയ ഹാളുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ TV വെക്കാനും അടിവശത്ത് സെറ്റ് ടോപ്പ് ബോക്സുകൾ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. ഇതുപോലെ 2 സൈഡിലേക്കും തിരിക്കാവുന്ന പോലത്തെ ഒരു TV സ്റ്റാൻഡാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാർട്ടീഷന് തന്നെ TV സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ കൂടി വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുണ്ട്. അതിന് മുകളിൽ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. മോഡുലർ കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കബോർഡ് വർക്കുകൾ കാണാൻ പറ്റും. 4x2 സൈസിലുള്ള മനോഹരമായ ടൈൽസാണ് ഫ്ലോറിൽ മൊത്തം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതും ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നു. ടേബിൾ ടോപ്പായിട്ട് നാനോ വൈറ്റാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട്. അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് വിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള ഡോറ് വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ കിച്ചണും വർക്ക് ഏരിയയുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കൊന്ന് പോകാം.
ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. വലിയ ജനലുകളാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂംസ് നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ബാത്റൂമുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ ഉൾവശം. അടുത്ത 2 ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ്. ഇവിടെ ഒരു പർഗോളയെ കാണാം. പുറത്തേക്ക് ഒരു ഡോറ് കൂടി ഹാളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെയാണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഫാനുകളും ലൈറ്റുകളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് കാണാം. അതോടൊപ്പം തന്നെ സ്റ്റഡി ടേബിൾ കൂടി ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എക്സ്ട്രാ കബോർഡൊക്കെ ചെയ്യാനുള്ള സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ടൈൽസ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1815 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ആരാധനാലയങ്ങളെല്ലാം അടുത്തുണ്ട്. അതുപോലെ തന്നെ പാലായിലെ പ്രമുഖ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ടടുത്തുകൂടിയുള്ള റോഡിൽ കൂടി തന്നെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വീടിൻ്റെ ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്.